വൺ ഗോഡ് അവയർനെസ് അക്കാഡമിയിലേക്ക് മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ സാഹിത്യ ദർശന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ധർമ്മവർഷം 98. ധ്രുവസിദ്ധിപ്രദം സാക്ഷാത് അംബികാ പരദർശനം ഗുരും ശക്തീശ്വരം വന്ദേ ധർമാനന്ദാത്മനായകം. ഇന്ന് മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ 1999 എഴുതിയ ഒരു ലേഖനമാണ് നിങ്ങൾക്ക് മുമ്പാകെ വായിക്കുന്നത്. ലേഖനത്തിൻ്റെ തലക്കെട്ട്, അതായത് ഓഗ എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഏകദൈവബോധം, വൺ ഗോഡ് അവയർനെസ്, ഓഗ. ആധുനിക മനുഷ്യൻ്റെ മാനസികവും ഭൗതികവുമായ പിരിമുറുക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിവിധികൾ ആരായാതിരിക്കുവാൻ യഥാർത്ഥ മനുഷ്യസ്നേഹികൾക്ക് സാധ്യമല്ല. അന്യദുഃഖം അവരെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരാണ് ഓഗയുടെ മഹത്തായ സന്ദേശം മനുഷ്യരാശിക്ക് പകർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ആധുനിക മനുഷ്യൻ്റെ മാനസികവും ഭൗതികവുമായ പിരിമുറുക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിവിധികൾ ആരായാതിരിക്കുവാൻ യഥാർത്ഥ മനുഷ്യസ്നേഹികൾക്ക് സാധ്യമല്ല. അന്യ ദുഃഖം അവരെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരാണ് ഓഗയുടെ മഹത്തായ സന്ദേശം മനുഷ്യരാശിക്ക് പകർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ആധുനിക ശാസ്ത്രവിജ്ഞാനത്തിനും ജനാധിപത്യത്തിനും നിരക്കുന്ന ഏകദൈവബോധം ഇന്ന് നമുക്കില്ല. ഇല്ലാത്തതിനാൽ നാൾക്കുനാൾ പെരുകി വരുന്ന സംഘർഷങ്ങളും സംഘട്ടനങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതം കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും സാമ്പത്തികവും സാംസ്കാരികവുമായ താങ്ങാനാവാത്ത തളർച്ചയിലേക്കും തകർച്ചയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവങ്ങളെ ചൊല്ലി മനുഷ്യർ തമ്മിൽ മത്സരിക്കുന്നതും മനുഷ്യരക്തം കൊണ്ട് ഭൂമിക്ക് ബലി തർപ്പിക്കുന്നതും പുരോഗമിക്കുന്ന പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, ഒട്ടും അഭിമാനകരമല്ല, ലജ്ജാവഹമാണ് താനും. ദൈവങ്ങളെ ചൊല്ലി മനുഷ്യർ തമ്മിൽ മത്സരിക്കുന്നതും മനുഷ്യരക്തം കൊണ്ട് ഭൂമിക്ക് ബലി തർപ്പിക്കുന്നതും പുരോഗമിക്കുന്ന പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, ഒട്ടും അഭിമാനകരമല്ല, ലജ്ജാവഹമാണ് താനും. മൃഗത്തിൽ നിന്നും മെച്ചപ്പെട്ട് മനുഷ്യനെന്ന നിലയിൽ ബോധത്തിൻ്റെ പേരിൽ നമുക്ക് തല പൊക്കി നിൽക്കാൻ എന്തുണ്ടെന്ന് ആലോചിക്കേണ്ടതാണ്. ഇന്നും ഏറെയൊന്നും ഇല്ലെന്നതാണ് സത്യം. മൃഗമനുഷ്യനിൽ നിന്നും യഥാർത്ഥ മനുഷ്യനിലേക്ക് ഇനിയും വളരെ ദൂരമുണ്ടെന്ന് കാണുന്നു. ശാസ്ത്രത്തിൻ്റെ നേട്ടവും സാങ്കേതിക പുരോഗതിയും വിഫലമാകുമോ എന്ന ഭയം കൂടി വരുന്നു. ദുഃഖ ദുരിതങ്ങളും അണുശക്തിയുടെയും അധികാര ഭോഗാസക്തിയുടെയും കൈകോർത്തുകൊണ്ടുള്ള തള്ളിക്കയറ്റം ഭൂഗോള ഭീഷണിയായി മാറിയിരിക്കുന്നു. ധാർമ്മിക നൈതിക മൂല്യങ്ങൾ നിഷാദശരങ്ങളേറ്റ വെള്ളപ്പിറാവുകൾ പോലെ നിലം പതിച്ചിരിക്കുന്നു. എങ്ങും അസ്വസ്ഥത, എങ്ങും അരക്ഷിതത്വം, എങ്ങും അനിശ്ചിതത്വം. ഇവയെല്ലാം ഈ കാലഘട്ടത്തിൽ ഏകദൈവബോധം എന്നത് മഹാരോഗത്തിന് മഹാഔഷധി എന്ന പോലെ ഒരു അനിവാര്യതയാണെന്ന് തെളിയിക്കുന്നു. മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവത്തെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത്. രക്ഷയ്ക്ക് ശക്തിയുടെ സാന്നിധ്യം വേണം. ശക്തിയില്ലാതെ രക്ഷിക്കാനൊക്കുകയില്ല. ശക്തിയാണ് രക്ഷാസാധനമെന്ന് വ്യക്തമാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നാം ദൈവം എന്ന് സങ്കല്പിക്കുന്നതും ഒരു മഹാശക്തി സ്വരൂപത്തെ തന്നെയാണെന്നാണ്. മറ്റൊന്നാണെന്ന് കണ്ടെത്തുന്നതും പ്രചരിപ്പിക്കുന്നതും സത്യത്തിനും യുക്തിക്കും അനുഭവത്തിനും വിരുദ്ധമാണ്. അത് അബദ്ധങ്ങൾക്കും അധോഗതിക്കും അരങ്ങൊരുക്കുന്ന അന്ധവിശ്വാസമാണ്. മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവത്തെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത്. രക്ഷയ്ക്ക് ശക്തിയുടെ സാന്നിധ്യം വേണം. ശക്തിയില്ലാതെ രക്ഷിക്കാനൊക്കുകയില്ല. ശക്തിയാണ് രക്ഷാസാധനമെന്ന് വ്യക്തമാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നാം ദൈവമെന്ന് സങ്കല്പിക്കുന്നതും ഒരു മഹാശക്തി സ്വരൂപത്തെ തന്നെയാണെന്നാണ്.
മറ്റൊന്നാണെന്ന് കണ്ടെത്തുന്നതും പ്രചരിപ്പിക്കുന്നതും സത്യത്തിനും യുക്തിക്കും അനുഭവത്തിനും വിരുദ്ധമാണ്. അത് അബദ്ധങ്ങൾക്കും അധോഗതിക്കും അരങ്ങൊരുക്കുന്ന അന്ധവിശ്വാസമാണ്. സൂര്യൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സൂര്യൻ തന്നെയാണ് വെളിച്ചം, വെളിച്ചം തന്നെയാണ് സൂര്യൻ. അതുപോലെ തന്നെയാണ് ദൈവവും, ദൈവശക്തിയും. ദൈവം തന്നെയാണ് ശക്തി, ശക്തി തന്നെയാണ് ദൈവം. അതിനാൽ ദൈവം ശക്തി സ്വരൂപമാണെന്ന ബോധത്തിൽ നാം എത്തിച്ചേരുന്നു. ശക്തികളുടെയും ശക്തിയായ ദൈവത്തെ ഏറ്റവും വലിയ ശക്തി എന്ന അർത്ഥത്തിൽ ഗുരുശക്തി എന്ന് വിളിക്കാം. പരമോന്നത ശക്തി, പരാശക്തി എന്ന് വിളിക്കാം. യുക്തിചിന്തയ്ക്ക് ചേരുന്ന ഒരു നിലപാടുകൂടിയാണിത്. ഓഗയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന സംശയമോ പ്രശ്നമോ ഉദിക്കുന്നില്ല. ദൈവമുണ്ട്. കാരണം ദൈവം പ്രപഞ്ചശക്തിയാണ്, അനന്തവും അനാദിയുമായ പ്രകൃതി ശക്തിയാണ്. ദൈവം പ്രപഞ്ചശക്തിയാണ്, അനന്തവും അനാദിയുമായ പ്രകൃതി ശക്തിയാണ്. വിശ്വശക്തിയായ ദൈവം മനുഷ്യസങ്കല്പത്തിൽ വേറെ വിധത്തിലൊക്കെ ചെറുതായി പോകുമ്പോഴാണ് യുക്തിക്കും സത്യത്തിനും നിരക്കാതാവുന്നത്. ദൈവചിന്തയും യുക്തിചിന്തയിലൂടെ തന്നെ പോകാവുന്നത് വരെ പോകണം. വിശ്വശക്തിയായ ദൈവം മനുഷ്യസങ്കല്പത്തിൽ വേറെ വിധത്തിലൊക്കെ ചെറുതായി പോകുമ്പോഴാണ് യുക്തിക്കും സത്യത്തിനും നിരക്കാതാവുന്നത്. ദൈവചിന്തയും യുക്തിചിന്തയിലൂടെ തന്നെ പോകാവുന്നിടം വരെ പോകണം. അപ്പോൾ സാർവലൗകികമായ അംഗീകാരത്തിന് സാധ്യത കൂടി വരും. മറിച്ചാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉദിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെ ലളിതമായി സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിലും സയൻസ് നമുക്ക് നൽകുന്ന പ്രപഞ്ചവിജ്ഞാനത്തിന് വിരുദ്ധമല്ലാത്ത നിലയിലും സത്യസന്ധമായ യുക്തിചിന്തയെ സംതൃപ്തമാക്കുന്ന തരത്തിലും സാർവലൗകികമായ ഏകദൈവബോധം പകരുവാനാണ് ഓഗ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. അത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെ ലളിതമായി സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിലും സയൻസ് നമുക്ക് നൽകുന്ന പ്രപഞ്ചവിജ്ഞാനത്തിന് വിരുദ്ധം അല്ലാത്ത നിലയിലും സത്യസന്ധമായ യുക്തിചിന്തയെ സംതൃപ്തമാക്കുന്ന തരത്തിലും സാർവലൗകികമായ ഏകദൈവബോധം പകരുവാനാണ് ഓഗ ഉദ്യമിക്കുന്നത്. ഇക്കാണുന്ന മഹാപ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് കാരണമായി നിലയ്ക്കാത്ത ചലനങ്ങൾ കൊണ്ടും മാറ്റങ്ങൾ കൊണ്ടും പ്രപഞ്ചത്തെ നിലനിർത്തിപ്പോരുന്ന ശക്തിസ്വരൂപമായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് യുക്തിസഹമായ ഒരു മാനസിക പ്രക്രിയയാണ്. പ്രപഞ്ചത്തിലുള്ളതെന്തും ശക്തിയുടെ ആവിഷ്കാരമായതുകൊണ്ടും അവയെക്കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യന് ജീവിക്കാനൊക്കാത്തതുകൊണ്ടും സർവമൂലശക്തിയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത് യുക്തിസഹമാണെന്നു മാത്രമല്ല നിലനിൽപ്പിന് വലിയൊരു നേട്ടവുമാണ്. വിശ്വശക്തിയായ ദൈവത്തിൽ നിന്നുണ്ടാവുന്നതും അതിൽ തന്നെ നിലനിൽക്കുന്നതുമായ ഒരു പ്രതിഭാസമാണല്ലോ മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ ആധാരവും അവലംബവും വിശ്വശക്തി തന്നെയാണെന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണം. വിശ്വശക്തിയായ ദൈവത്തിൽ നിന്നുണ്ടാവുന്നതും അതിൽ തന്നെ നിലനിൽക്കുന്നതുമായ ഒരു പ്രതിഭാസമാണല്ലോ മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ ആധാരവും അവലംബവും വിശ്വശക്തി തന്നെയാണെന്ന് തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണം. ഞാൻ എന്നതുപോലും വിശ്വശക്തിയിൽ നിന്നാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ വിശ്വശക്തിയായ ദൈവത്തിൽ നിന്നും രക്ഷാഭദ്രമായ നിലനിൽപ്പിന് ശക്തി ആർജിക്കാൻ ധ്യാനിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ സൃഷ്ടിയിൽ മനുഷ്യന് കിട്ടിയ സവിശേഷ ബുദ്ധി യുക്തിപൂർവം ഉപയോഗിച്ച് ചെയ്യേണ്ടത് ചെയ്യുന്നു എന്നു വേണം മനസ്സിലാക്കുവാൻ. ആകാശത്തിലെ പറവകളും ഭൂമിയിലെ മറ്റു ജീവികളും ധ്യാനിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അവയെപ്പോലെ തന്നെ കഴിയുകയാണെങ്കിൽ പിന്നെ മനുഷ്യനും അവയിൽ നിന്നും എന്താണ് വ്യത്യാസം?
വിശ്വശക്തിയായ ദൈവത്തിൽ നിന്നുണ്ടാകുന്നതും അതിൽ തന്നെ നിലനിൽക്കുന്നതുമായ ഒരു പ്രതിഭാസമാണല്ലോ മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ ആധാരവും അവലംബവും വിശ്വശക്തി തന്നെയാണെന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണം. ഞാൻ എന്നതുപോലും വിശ്വശക്തിയിൽ നിന്നാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ വിശ്വശക്തിയായ ദൈവത്തിൽ നിന്നും രക്ഷാഭദ്രമായ നിലനിൽപ്പിന് ശക്തി ആർജിക്കുവാൻ ധ്യാനിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, സൃഷ്ടിയിൽ മനുഷ്യന് കിട്ടിയ സവിശേഷ ബുദ്ധി യുക്തിപൂർവ്വം ഉപയോഗിച്ച് ചെയ്യേണ്ടത് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ആകാശത്തിലെ പറവകളും ഭൂമിയിലെ മറ്റു ജീവികളും ധ്യാനിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അവയെപ്പോലെ തന്നെ കഴിയുകയാണെങ്കിൽ പിന്നെ മനുഷ്യനും അവയിൽ നിന്ന് എന്താണ് വ്യത്യാസം? ഈ ലേഖനം മുഴുവനായിട്ടില്ല. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം പാർട്ട് 2 ഓഗ എന്ന മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാറിൻ്റെ എന്നും പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ജയ് ജഗത്.